ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് MCQs ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലേ ഇലക്ട്രിക് ഹീറ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹീറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. ഇൻഡക്ഷൻ ഹീറ്റിംഗ് പ്രോസസ് ഈസ് ബേസ്ഡ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രിൻസിപ്പിൾ. അപ്പോൾ താഴെയുള്ളതിൽ ഏത് പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഇൻഡക്ഷൻ ഹീറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നത്? ഓപ്ഷൻ എ തെർമൽ അയോൺ റിലീസ് പ്രിൻസിപ്പിൾ, ഓപ്ഷൻ ബി ന്യൂക്ലിയേറ്റഡ് ഹീറ്റിംഗ് പ്രിൻസിപ്പിൾ, ഓപ്ഷൻ സി റെസിസ്റ്റൻസ് ഹീറ്റിംഗ് പ്രിൻസിപ്പിൾ, ഓപ്ഷൻ ഡി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ. ഏതാണ് ഇൻഡക്ഷൻ ഹീറ്റിംഗ്? പേരിൽ തന്നെ ഉണ്ട് അല്ലേ. ഇൻഡക്ഷൻ ഹീറ്റിംഗ് ഏതിൻ്റെ പ്രോസസ്സിൽ ബേസ് ചെയ്തിട്ടാണ്? അതിൻ്റെ പ്രിൻസിപ്പിൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻഡക്ഷൻ ഹീറ്റിംഗ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അങ്ങനെ തന്നെ ഓർത്താൽ മതി. ടോപ്പിക് ഹോസ്റ്റൽ നമ്മുടെ ഹോസ്റ്റലിൽ തന്നെ നമുക്ക് ആൻസർ ഉണ്ട്, അത് പറയാം അല്ലേ. ഇൻഡക്ഷൻ ഹീറ്റിംഗ് അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിളിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് എന്താണ് നോക്കിയത്? ഇൻഡക്ഷൻ ഹീറ്റിംഗ് വർക്ക്സ് ഓൺ ദ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ. അതുകൂടാതെ എന്താണ്? ഇറ്റ്സ് ആൾസോ നോൺ ആസ് ആൻ എഡി കറന്റ് ഹീറ്റിംഗ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. എന്താണ് അതിന് വേറൊരു ഇതിൽ എന്താ പറയുന്നത്? ഇറ്റ്സ് ആൾസോ നോൺ ആസ് ആൻ എഡി കറന്റ് ഹീറ്റിംഗ് എന്ന് പറയും. ഓക്കെ. അതുപോലെ ഇൻഡക്ഷൻ ഹീറ്റിംഗ് മേ ബി ലോ ഫ്രീക്വൻസി. എപ്പോഴാണ്, ഏത് ടൈമിലാണ് അത് ലോ ഫ്രീക്വൻസി? ഇൻ കേസ് ഓഫ് കോർ ടൈപ്പ് ഇൻഡക്ഷൻ ഫർണസ് ഓർ ഹൈ ഫ്രീക്വൻസി ആസ് ദ കേസ് വിത്ത് കോർലെസ് ഇൻഡക്ഷൻ ഫർണസ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് എന്താ കോർ ടൈപ്പിൽ എങ്ങനെയാണ്, അതുപോലെ കോർലെസ്സിൽ എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അറിയണം. ഓക്കെ. പിന്നെ ഇൻഡക്ഷൻ ഹീറ്റിങ്ങിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇൻഡക്ഷൻ ഹീറ്റിംഗും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഇൻഡയറക്റ്റ് ഇൻഡക്ഷൻ ഹീറ്റിംഗ്. രണ്ടെണ്ണം അതും കൂടി ഓർത്ത് വെക്കുക കേട്ടോ. ഈ രണ്ട് പോയിന്റ് കൂടി നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇൻഡക്ഷൻ ഹീറ്റിങ്ങിൻ്റെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ? ബേസ്ഡ് ഓൺ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. Next question number 2. Which method of electrical heating involves passing electrical energy through a heating element to generate heat which is then transferred to the substance to be heated? എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഏത് മെത്തേഡ് ഓഫ് ഇലക്ട്രിക് ഹീറ്റിംഗ് ആണ് എന്താണ് പാസിംഗ് ഇലക്ട്രിക്കൽ എനർജി ത്രൂ എ ഹീറ്റിംഗ് എലമെന്റ് ടു ജനറേറ്റ് ഹീറ്റ്? ഏതാണ്? ഓപ്ഷൻ എ ഇൻഡക്ഷൻ ഹീറ്റിംഗ്, ഓപ്ഷൻ ബി ഡയറക്റ്റ് ആർക്ക് ഹീറ്റിംഗ്, ഓപ്ഷൻ സി പവർ ഫ്രീക്വൻസി ഹീറ്റിംഗ്, ഓപ്ഷൻ ഡി റെസിസ്റ്റൻസ് ഹീറ്റിംഗ്. ഏത് ടൈപ്പ് ഓഫ് ഹീറ്റിംഗ് ആണത്? അത് റെസിസ്റ്റൻസ് ഹീറ്റിംഗ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എന്താണ് അത്? ജൂൾസ് ഹീറ്റിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജൂൾസ് ലോ റിലേറ്റഡ് ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ റെസിസ്റ്റൻസ് ഹീറ്റിംഗ് റിലേറ്റ്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് എന്തിനെ ബേസ് ചെയ്തിട്ടാണത്? ജൂൾസ് ഹീറ്റിങ്ങിനെയാണ്. അപ്പോൾ എങ്ങനെയാണ് അവിടെ നടക്കുന്നത്? നമ്മുടെ പാസേജ് ഓഫ് ഇലക്ട്രിക് കറന്റ് ത്രൂ എ conductor with high resistance, the heating element generate എന്താണ് അവിടെ? ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ആ ഹീറ്റ് എന്ത് ചെയ്യും? ഒരു സറൗണ്ടിങ് മെറ്റീരിയലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും അല്ലേ. അപ്പോൾ ഇൻഡക്ഷൻ ഹീറ്റിംഗ് യൂസസ് എ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ടു ഇൻഡ്യൂസ്. അപ്പോൾ റെസിസ്റ്റൻസ് ഹീറ്റിങ്ങിൻ്റെ കാര്യം നമ്മൾ പഠിച്ചു അല്ലേ. അതാണ് നമ്മുടെ റെസിസ്റ്റൻസ് ഹീറ്റിംഗ്. അടുത്ത കേസ് എന്താണ്? നമ്മുടെ ഇൻഡക്ഷൻ ഹീറ്റിങ്ങിൻ്റെ കേസ് എടുക്കുമ്പോൾ എങ്ങനെയാണ്? ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ടു ഇൻഡ്യൂസ് എഡി കറന്റ് ഇൻ ദ മെറ്റീരിയൽ ഇറ്റ്സെൽഫ് ഡയറക്ട്ലി ജനറേറ്റ് ഹീറ്റ് വിത്തിൻ ദ ഒബ്ജക്റ്റ് എന്നാണ്. അപ്പോൾ നോ സെപ്പറേറ്റ് ഹീറ്റിംഗ് എലമെൻ്റ് ഒന്നും അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇനി അടുത്തത് എന്താണ് നോക്കിയാൽ ഡയറക്റ്റ്. ഓരോന്നും നോക്കുക. ഇവിടെ നമ്മൾ ഇൻഡക്ഷൻ ഹീറ്റിംഗ് നോക്കി, റെസിസ്റ്റൻസ് ഹീറ്റിംഗ് അല്ലേ. റെസിസ്റ്റൻസ് ഹീറ്റിങ്ങിനെ കുറിച്ച് എന്താണ് നോക്കിയത്? അപ്പോൾ റെസിസ്റ്റൻസ് ഹീറ്റിംഗ് റിലേറ്റഡ് ആകുമ്പോൾ നമ്മൾ എന്താണ് ജൂൾസ് ഹീറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ട് നോക്കുക. ഇൻഡക്ഷൻ ഹീറ്റിങ്ങിനെ നോക്കുമ്പോൾ നോക്കിയേ എഡി കറന്റ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇനി ഡയറക്റ്റ് ആർക്ക് ഹീറ്റിങ്ങിനെ നോക്കിയേ യൂട്ടിലൈസ് ദ ഇലക്ട്രിക് ആർക്ക് ടു ഡയറക്ട്ലി ജനറേറ്റ് ഹീറ്റ് ബിറ്റ്വീൻ ഇലക്ട്രോഡ്സ്. അങ്ങനെയുള്ളതാണത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ഓരോ ഹീറ്റിംഗ് ടൈപ്പുകളൊന്ന് നോക്കി പോകേണ്ടതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. ചൂസ് ദ കറക്റ്റ് പ്രോപ്പർട്ടീസ് ഫോർ ദ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദ ഹീറ്റിംഗ് എലമെന്റ്. ഹീറ്റിംഗ് എലമെന്റിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടീസ് കറക്റ്റ് ആയിട്ടുള്ളത് താഴെ തന്നിട്ടുള്ളത് ഏതാണ് കറക്റ്റ് പ്രോപ്പർട്ടീസ് ആ മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോഴുള്ളത്? സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? ഹൈ സ്പെസിഫിക് റെസിസ്റ്റൻസ്. സ്റ്റേറ്റ്മെന്റ് 2 എന്ന ലോ മെൽറ്റിംഗ് പോയിന്റ്. സ്റ്റേറ്റ്മെന്റ് 3 ഹൈ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഇത് അറിയണമെങ്കിൽ നമുക്ക് എന്തറിയണം? എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് ഒരു ഗുഡ് ഹീറ്റിംഗ് എലമെൻറ്റിന് ആവശ്യമുള്ളത് എന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ റിക്വയർമെൻറ്റ് ഓഫ് ഹീറ്റിംഗ് എലമെൻറ്റ് ഏതൊക്കെയാണ്? ഒന്ന് ഹൈ റെസിസ്റ്റിവിറ്റി ആയിരിക്കണം. എന്തായിരിക്കണം? ഹൈ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ തന്നെ എന്താണ് ഹൈ റെസിസ്റ്റിവിറ്റി ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കണം. ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് അവിടെ വേണ്ടത്.
പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഉണ്ടാവണം, ഹൈ ഓക്സിഡൈസിങ് ടെമ്പറേച്ചർ ആയിരിക്കണം, ഹൈ ഡക്റ്റിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് വേണം. എന്തൊക്കെയാണ് വേണ്ടത്? ഹൈ റെസിസ്റ്റിവിറ്റി വേണം, ഹൈ മെൽറ്റിംഗ് പോയിന്റ് വേണം, ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കണം മെറ്റീരിയൽ, പോസിറ്റീവ് ടെമ്പറേച്ചർ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് വേണം, ഹൈ ഓക്സിഡൈസിങ് ടെമ്പറേച്ചർ വേണം, ഹൈ ഡക്റ്റിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി വേണം. ഇത്രയും കാര്യങ്ങൾ എന്തിനാവശ്യമാണ്? ഒരു ഹീറ്റിംഗ് എലമെന്റിൽ ഇമ്പോർട്ടൻറ്റ് റിക്വയർമെന്റ്സ് ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ്? ഹൈ സ്പെസിഫിക് റെസിസ്റ്റൻസ്, അത് മാത്രമാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ലോ മെൽറ്റിംഗ് പോയിന്റ് അല്ല, അതല്ല. അടുത്തത് എന്താ? ഹൈ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണോ? അല്ല, ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് ഇവിടെ വേണ്ടത് കേട്ടോ. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ 2 ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. Next question, question number 4. Which of the following materials is widely used for high temperature heating applications such as in industrial furnace and kilns? ഏതാണ്? ഏത് മെറ്റീരിയൽ ആണ്? അതായത് താഴെ കുറച്ച് മെറ്റീരിയൽസ് തന്നെ നോക്കി, ഏതൊക്കെയാണ്? നിക്കൽ ക്രോമിയം അലോയി, ബ്രോൺസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ, സിലിക്കൺ കാർബൈഡ്, അല്ലേ? ഇത്രയും മെറ്റീരിയലാണ് തന്നിട്ടുള്ളത്. അത് ഏത് മെറ്റീരിയലാണ് നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നത്? ഹൈ ടെമ്പറേച്ചർ ഹീറ്റിംഗ്. ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? 50,000 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുള്ള ടെമ്പറേച്ചറിനെയാണ്, ആ ഒരു ടൈപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈ ടെമ്പറേച്ചർ ഹീറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലേ? അതിൽ എവിടെയാണ് അത് അപ്ലിക്കബിൾ ആയി? അപ്ലിക്കേഷൻ അതിൻ്റെ അങ്ങനെയും നമുക്ക് ക്വസ്റ്റ്യൻ വരാം. ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. അതായത് ഹൈ ടെമ്പറേച്ചർ ഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റേഞ്ച് പറയുന്നത് എത്രയാണ്? 1500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൻ്റെ അപ്ലിക്കേഷൻ എവിടെയാണ്? നമ്മൾ നോക്കിയേ, ഇൻഡസ്ട്രിയൽ ഫർണസും ക്ലിൻസിലുമാണ് അത് ഉപയോഗിക്കുന്നത്, അല്ലേ? അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ കയ്യിൽ? ഏതാണ്? അത് സിലിക്കൺ കാർബൈഡ് ആണ്. ഏതാണ്? സിലിക്കൺ കാർബൈഡ്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ ഹീറ്റിംഗ് അപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ അതായത് ഇൻഡസ്ട്രിയൽ ഫർണസും അതുപോലെ ക്ലിൻസിലൊക്കെ അതിൻ്റെ ടെമ്പറേച്ചർ എത്രയായിരിക്കും? 1500 ഡിഗ്രി സെൽഷ്യസ്, അറൗണ്ട് ആ ഒരു റേഞ്ചിലായിരിക്കും. അവിടെ യൂസ് ചെയ്യുന്നത് ഏതാണ്? സിലിക്കൺ കാർബൈഡ്. ചിലപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ സിലിക്കൺ കാർബൈഡ് തരാണ്ട് SiC തരും. അപ്പോൾ അതിൻ്റെ അറിഞ്ഞിരിക്കണം അതും. അപ്പോൾ എന്താണ് യൂസ് ചെയ്യുന്നത്? സിലിക്കൺ കാർബൈഡ് ആണ് നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. ഓക്കെ. Next, question number 5. Which of the following advantages of electric heating is represented by no irritating noise and low radiation losses? അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ്? അതായത് ഫോളോയിങ് അഡ്വാൻറ്റേജസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലേ? എന്തിനെ? നോ ഇറിറ്റേറ്റിംഗ് നോയ്സ് ആൻഡ് ലോ റേഡിയേഷൻ ലോസ്. ഏതാണ്? ഓപ്ഷൻ എ ഹീറ്റിംഗ് ഓഫ് നോൺ കണ്ടക്ടിങ് മെറ്റീരിയൽ, ഓപ്ഷൻ ബി ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷൻ, ഓപ്ഷൻ സി ലെസ് ഫ്ലോർ ഏരിയ, ഓപ്ഷൻ ഡി ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ. ഏതാണ് വരുന്നത്? അത് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ the advantages of electric heating represented by no irritating noise and low radiation loss. എന്താണ് പറയുന്നത്? നോ ഇറിറ്റേറ്റിംഗ് നോയ്സ് ആൻഡ് ലോ റേഡിയേഷൻ ലോസ് ആണ്. ഓക്കെ. അപ്പോൾ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? എ ബെറ്റർ വർക്കിംഗ് കണ്ടീഷനിലൂടെയാണത് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ഇലക്ട്രിക് ഹീറ്റിംഗ് സിസ്റ്റം ഈസ് ആൾസോ നോൺ ആസ് ഫോർ ദ ക്വൈറ്റ് ഓപ്പറേഷൻ ആൻഡ് മിനിമൽ ഹീറ്റ് ലോസ് ആണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വരുന്നത്? എക്കണോമിക്കൽ വരുന്നുണ്ട്, ക്ലീൻനെസ് വരുന്നുണ്ട്, ഡ്യൂറബിലിറ്റി, അതിൻ്റെ ഓരോ അഡ്വാൻറ്റേജസുകളും താഴെ കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രിക് ഹീറ്റിംഗ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ നോ ഇറിറ്റേറ്റിംഗ് നോയ്സ് ആൻഡ് ലോ റേഡിയേഷൻ ലോസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് ആയിരിക്കും. Question number 6. In direct resistance heating, the electric current pass through. നമ്മൾ ഹീറ്റിങ്ങിൽ പഠിച്ചിട്ടുണ്ട് ഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ്, അല്ലേ? അപ്പോൾ അതിൽ ഇലക്ട്രിക് കറണ്ട് എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ചാർജ്, ഓപ്ഷൻ ബി എലമെൻറ്റ്സ് ഓഫ് ലോ റെസിസ്റ്റൻസ്, ഓപ്ഷൻ സി ഔട്ട് ഓഫ് ചാർജ്, ഓപ്ഷൻ ഡി എലമെൻറ്റ്സ് ഓഫ് ഹൈ റെസിസ്റ്റൻസ്. ഏതിലൂടെയാണ്? ചാർജിലൂടെയാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഒരു കറണ്ട് എന്താണ് ഒരു റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് നടക്കും? പവർ ലോസ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? അത് എന്തായി മാറും? ഫോം ഓഫ് heat, അല്ലേ? അതായത് when current passes through a resistance, power loss take place which appears in the form of ഏത് രീതിയിലാണ് അത് നടക്കുന്നത്? പവർ ലോസ് ഫോം ഓഫ് ഹീറ്റ് ആണ്. അപ്പോൾ പവർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? I² R അല്ലെങ്കിൽ VI അല്ലെങ്കിൽ V²/R വാട്ട് പവറിൻ്റെ ഇക്വേഷൻ എടുത്താൽ മതി. അപ്പോൾ എല്ലാ ഇലക്ട്രിക്കൽ എനർജിയും നോക്കിയേ, all the electrical energy give to a resistance heating element will be covered into heat energy. അതുകൂടാതെ എന്താണ്? loss of energy take place only in transferring heat from element to charge or load. അപ്പോൾ റെസിസ്റ്റൻസ് ഹീറ്റിങ്ങിനെ എഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് നോക്കുക. ഏതൊക്കെയാണ്? ഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ് ഉണ്ട്, ഇൻഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ് ഉണ്ട്, ഇൻഫ്രാറെഡ് ഓർ റേഡിയൻറ്റ് ഹീറ്റിംഗ് ഒക്കെ എന്തിന് വരുന്നതാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഹീറ്റിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതുകൂടി ഒന്ന് നോക്കണം കേട്ടോ. ചിലപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ് ഏതാണ് തന്നിട്ട് ഏതാണ് ചിലപ്പോൾ അതിൽ തന്നിട്ടുണ്ടാവില്ല. ആൾ ഓഫ് ദി എബോവ് തരാം, അല്ലെങ്കിൽ നൺ ഓഫ് ദിസ് തരാം. ആ രീതിയിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്.
Question number 7. Which of the following is an application of induction heating? Induction heating application ഏതാണെന്നാണ്. അപ്പോൾ നോക്കിയേ, ഓപ്ഷൻ എ റൂം ഹീറ്റർ, ഓപ്ഷൻ ബി വുഡ് ഗ്ലൈയിങ്, ഓപ്ഷൻ സി ബ്രൈസിങ്, ഓപ്ഷൻ ഡി ഇമേർഷൻ വാട്ടർ ഹീറ്റർ. ഏതാണ്? അപ്പോൾ റൂം ഹീറ്റർ ആണെങ്കിൽ അതെന്താണ്? റെസിസ്റ്റൻസ് ഹീറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. വുഡ് ഗ്ലൈയിങ് പറയുമ്പോൾ എന്താണത്? ഡയറക്റ്റ് ഹീറ്റിംഗ് ആണ് അല്ലേ. ബ്രൈസിങ് എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ ഹീറ്റിംഗ് ആണ്. ഇമേർഷൻ വാട്ടർ ഹീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? റെസിസ്റ്റൻസ് ഹീറ്റിംഗ് ആണ്. ഓരോ ഹീറ്റിങ്ങും എന്ത് ടൈപ്പാണെന്ന് കൂടി ഒന്ന് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണിത്. ഓക്കെ, അപ്പോൾ റൂം ഹീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? എന്തിൻ്റെയാണ് ആപ്ലിക്കേഷൻ? റെസിസ്റ്റൻസ് ഹീറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ആണ് ഇത് നമ്മളുടെ റൂം ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ വുഡ് ഗ്ലോയിങ് ആണ്, ബ്രൈസിങ് ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏതാണ്? ഇൻഡക്ഷൻ ഹീറ്റിംഗ് ആണ് അല്ലേ. ഇൻഡക്ഷൻ ഹീറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ വരുമ്പോൾ അതെന്താണ്? ഓപ്ഷൻ സി ബ്രൈസിങ് ആണ് ഇൻഡക്ഷൻ ഹീറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരുന്നത്. Next, question number 8. In which of the following appliances is the heating effect used? താഴെ തന്നിട്ടുള്ളതിൽ ഏത് അപ്ലയൻസസ് ആണ് നമ്മുടെ ഹീറ്റിംഗ് എഫക്റ്റ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഇലക്ട്രിക് മോട്ടർ, ഓപ്ഷൻ ബി ട്രാൻസ്ഫോമർ, ഓപ്ഷൻ സി ഇലക്ട്രിക് ഫർണസ്, ഓപ്ഷൻ ഡി ജനറേറ്റർ. ഏതാണ്? ട്രാൻസ്ഫോമറും ഇലക്ട്രിക് ഫർണസ് ജനറേറ്റർ മോട്ടറൊന്നും അല്ല അല്ലേ. ഹീറ്റിംഗ് എഫക്റ്റിൻ്റെ അപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത് ഏതാണ്? ഹീറ്റിംഗ് എഫക്റ്റിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് അത് ഇലക്ട്രിക് ഫർണസ് ആണ്. ഏതാണ്? ഇലക്ട്രിക് ഫർണസ് ആണ്. അപ്പോൾ ഒരു ഇലക്ട്രിക് കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുമ്പോൾ കണ്ടക്ടറിൽ എന്തുണ്ടാവും? ഹോട്ട് ഉണ്ടാവും. കുറേ കഴിയുമ്പോൾ ഹീറ്റൊക്കെ ഉണ്ടാവും. നമ്മൾ തൊട്ട് നോക്കിയാൽ മതി. നമ്മൾ ഒരു എന്താ പറയുക, കുറേ ഇലക്ട്രോണിക്സ് കോമ്പോണൻസ് ഒക്കെയുള്ള ഒരു സർക്യൂട്ടിലേക്ക് നമ്മൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താണ്? അത് ചൂടാവും അല്ലേ. ലാബ് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ കാണുന്നില്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ഉണ്ടാവുന്നത്? conversion of some electrical energy passing through the conductor into heat energy ആയി മാറുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫർണസും നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക് അയൺ അല്ലെ, അയൺ ബോക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് എന്തിൻ്റെയാണ്? ഇതിൽ തന്നെയാണ് അല്ലേ. അതുപോലെ ഗ്രൈസർ ഇങ്ങനെയുള്ളതൊക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഹീറ്റിംഗ് എഫക്റ്റ് ആണ് അല്ലേ. പക്ഷേ വാക്വം ക്ലീനർ ഡസ് നോട്ട് യൂസ് ഹീറ്റിംഗ് എഫക്റ്റ്. ഓർത്ത് വെക്കണം, വാക്വം ക്ലീനർ എന്ത് എഫക്റ്റ് എന്തിൽ യൂസ് ചെയ്യില്ല? ഈ ഹീറ്റിംഗ് എഫക്റ്റിൽ വർക്ക് ചെയ്യുന്നതല്ല. ബാക്കി ഏതൊക്കെയാണ്? ഈ ഇലക്ട്രിക് ഫർണസ്, ഇലക്ട്രിക് അയോൺ, ഗ്രൈസേഴ്സ് ഒക്കെ എന്തിലാണ് വർക്ക് ചെയ്യുന്നത്? ഹീറ്റിംഗ് എഫക്റ്റിനെ ബേസ് ചെയ്തിട്ടാണത് വർക്ക് ചെയ്യുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. Question number 9. Which of the following heating method has maximum power factor? താഴെ തന്നിട്ടുള്ളതിൽ ഏത് ഹീറ്റിംഗ് മെത്തേഡ്സ് ആണ് മാക്സിമം പവർ ഫാക്ടറിൽ വർക്ക് ചെയ്യുന്നത്? ഓപ്ഷൻ എ ആർക്ക് ഹീറ്റിംഗ്, ഓപ്ഷൻ ബി ഡൈ ഇലക്ട്രിക് ഹീറ്റിംഗ്, ഓപ്ഷൻ സി ഇൻഡക്ഷൻ ഹീറ്റിംഗ്, ഓപ്ഷൻ ഡി റെസിസ്റ്റൻസ് ഹീറ്റിംഗ് ആണ്. അപ്പോൾ എന്താണ്? ഏതാണ്? ഹീറ്റിംഗ് അല്ല, ഹീറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഏതാണ് അത് വരുന്നത്? ആർക്ക് ഹീറ്റിംഗ് ആണോ, ഡയറക്റ്റ് ഹീറ്റിംഗ് ആണോ, ഇൻഡക്ഷൻ ഹീറ്റിംഗ് ആണോ, റെസിസ്റ്റൻസ് ഹീറ്റിംഗ് ആണോ? മാക്സിമം പവർ ഫാക്ടറിൽ വർക്ക് ചെയ്യുന്നത് മാക്സിമം പവർ ഫാക്ടർ ഹീറ്റിംഗ് മെത്തേഡിൽ അത് റെസിസ്റ്റൻസ് ഹീറ്റിംഗ് ആണ്. ഏതാണ്? റെസിസ്റ്റൻസ് ഹീറ്റിംഗ് ആണ്. അത് ബേസ്ഡ് ചെയ്തിട്ടുള്ളത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? I square R എഫക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൂടാതെ എന്താണ്? ഇറ്റ്സ് ഹൈലി റെസിസ്റ്റീവ് ഇൻ നേച്ചർ, ദാറ്റ്സ് വൈ ഇറ്റ് ഹാസ് ദ മാക്സിമം പവർ ഫാക്ടർ. എന്തുകൊണ്ടാണ് നമുക്കറിയേണ്ടത്? എന്തുകൊണ്ടാണ് മാക്സിമം പവർ ഫാക്ടർ അവിടെ വരുന്നത്? റെസിസ്റ്റൻസ് ഹീറ്റിംഗ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? I square R എഫക്റ്റിനെ ബേസ് ചെയ്തത് കൊണ്ടാണ്. അതുകൊണ്ട് എന്താണ്? ഹൈലി റെസിസ്റ്റീവ് ഇൻ നേച്ചർ ആണ്. അതുകൊണ്ടാണ് അതിന് എന്താണ്? മാക്സിമം പവർ ഫാക്ടർ ഉള്ളത്. ഓക്കെ, അതുകൂടാതെ നോക്കിയേ, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഹീറ്റിംഗ് ഈസ് ഡിഫൈൻഡ് എസ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ പാസിംഗ് ആൻ ഇലക്ട്രിക് കറണ്ട് ത്രൂ എ മെറ്റീരിയൽ ദാറ്റ് പ്രിഫറബിളി ഹാസ് ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും. അതുകൂടാതെ എന്താണ്? കറണ്ട് പാസ് ത്രൂ എ മെറ്റീരിയൽ ഓമിക് ലോസസ് ഒക്കർ. നമ്മൾ കറണ്ട് അതിലൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഓമിക് ലോസസ് ഉണ്ടാവും. അത് എന്ത് മൂലമാണ്? ആ ലോസസ് എന്ത് മൂലമാണ് ഉണ്ടാവുന്നത്? കൺവേർഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു ഹീറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതിൽ വരുന്നത് തന്നെയാണ് നമ്മുടെ ആർക്ക് ഹീറ്റിംഗ് ആകുമ്പോൾ നോക്കിയേ, എൻ്റെ ഹീറ്റിംഗ് ഈസ് ഡയറക്റ്റ് ദ മെറ്റീരിയൽ ടു ബി ഹീറ്റഡ് ഇൻ വൺ ഇലക്ട്രോഡ്. ഡൈഇലക്ട്രിക് ഹീറ്റിംഗ് എന്നാണ്? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് റേഡിയോ ഫ്രീക്വൻസി ആൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഓർ റേഡിയോ വേവ് ഓർ മൈക്രോവേവ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഹീറ്റ് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ. ഇൻഡക്ഷൻ ഹീറ്റിംഗ് എന്താണ്? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് മെറ്റീരിയൽ ലൈക്ക് മെറ്റൽ ബൈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും വർക്കിംഗ് കൂടി ഒന്ന് നോക്കി പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ. Next question number 10.
ഡൈഇലക്ട്രിക് ഹീറ്റിംഗ് ഈസ് ആൻ ഇൻഡസ്ട്രിയൽ മെത്തേഡ് എംപ്ലോയ്ഡ് ഫോർ ഹീറ്റിംഗ് ഓഫ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഓപ്ഷൻ എ സോളിഡ്, ഓപ്ഷൻ ബി കണ്ടക്ടിങ് മെറ്റീരിയൽ, ഓപ്ഷൻ സി ലിക്വിഡ്, ഓപ്ഷൻ ഡി ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. അപ്പോൾ ഡൈഇലക്ട്രിക് ഹീറ്റിംഗ് ഓഫ് എൻ ഇൻഡസ്ട്രിയൽ മെത്തേഡ് എന്തിനെ എംപ്ലോയ് ചെയ്തിട്ടാണ്? ഹീറ്റിങ്ങിന് എന്ത് എംപ്ലോയ് ചെയ്തിട്ടാണത്? അത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടാണ്. എന്തിനാണ്? ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിനെയാണ്. അപ്പോൾ നോക്കിയേ, ഡൈഇലക്ട്രിക് ഹീറ്റിംഗ് ഈസ് ആൻ ഇൻഡസ്ട്രിയൽ മെത്തേഡ് എംപ്ലോയിങ് ഫോർ ഹീറ്റിംഗ് ഓഫ് എന്തിനു വേണ്ടിയിട്ടാണത്? ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാണ്. അപ്പോൾ ഒരു നോൺ മെറ്റാലിക് മെറ്റീരിയലാണ് എടുക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഇൻസുലേറ്റേഴ്സ് സച്ച് എസ് വുഡ്, പ്ലാസ്റ്റിക്, ഗ്ലാസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ എന്താണ്? സബ്ജക്റ്റഡ് ടു എ ഹൈ വോൾട്ടേജ് ആൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ്, ദ ആറ്റം ഗെറ്റ് stress and due to the interatomic friction caused by the എന്താണ് repeated deformation and the rotation of atomic structure, heat is producing. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൈഇലക്ട്രിക് ലോസ് എന്ന് പറയുന്നത്. നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഡൈഇലക്ട്രിക് ഹീറ്റിംഗ് ഈസ് ആൻ ഇൻഡസ്ട്രിയൽ മെത്തേഡ് ആണ്. അത് എംപ്ലോയ് ചെയ്യുന്നത് ഫോർ ദ ഹീറ്റിംഗ് ഓഫ് എന്തിനെയാണത്? ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആണ്. ഓർത്ത് വയ്ക്കുക. എന്തിനെ ബേസ് ചെയ്തിട്ടാണത്? ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിനെ ബേസ് ചെയ്യുന്നതാണ്. അതുകൂടാതെ എന്താണ് നോക്കി, ഡൈഇലക്ട്രിക് loss in an insulator corresponding to hysteresis loss into ferromagnetic material എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൂടി നോട്ട് ചെയ്യേണ്ട പോയിന്റുകളാണ് ഓരോന്നും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്നൊക്കെ എപ്പോഴും നമുക്ക് എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് അല്ലേ, ഇലക്ട്രിക് ഹീറ്റിംഗ് എന്ന ആ ഒരു ബേസിൽ നിന്ന്. അപ്പോൾ ഓരോ ഹീറ്റിങ്ങും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ആർക്ക് ഹീറ്റിംഗ്, അതുപോലെ ഡൈഇലക്ട്രിക് ഹീറ്റിംഗ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള നമ്മൾ പഠിക്കുന്ന എല്ലാ ഹീറ്റിംഗ്, റെസിസ്റ്റൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹീറ്റിംഗ് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും എന്തൊക്കെ ടൈപ്പാണെന്ന് കൂടി നോക്കുക. ഓരോന്നും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ പോയിന്റുകളും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കി പോവുക കേട്ടോ. നന്നായി പഠിക്കുക, നന്നായി മാർക്ക് സ്കോർ ചെയ്യുക ഈ ഒരു ഏരിയയിൽ നിന്ന്. കാരണം എന്താണ്, ഇതൊക്കെ തിയററ്റിക്കൽ പാർട്ടുകളാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.